അവരെല്ലാവരും തന്നെ എനിക്ക് തന്ന പാട്ടുകൾക്ക് നന്ദി പറയുന്നു. പിന്നെ പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയായ നമ്മുടെ എല്ലാം സ്വന്തം സുരേഷ് ഗോപി, ഹി ഡിസർവ്സ് ഇറ്റ്. അതാണ് ഒറ്റ വാക്യവും. അദ്ദേഹം അതിന് അർഹനാണ്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഷാ പരിജ്ഞാനം എനിക്ക് മനസ്സിലായ ഒരു നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം MP ആയിരുന്ന സമയത്ത് അവിടെ ഇംഗ്ലീഷിൽ, അതും തപ്പിയുള്ള ഇംഗ്ലീഷല്ല, നല്ല അതിമനോഹരമായിട്ടുള്ള എന്താണ് പറയുക, സ്റ്റാൻഡേർഡായിട്ടുള്ള ഇംഗ്ലീഷിൽ ഒരു തീപ്പൊരി പ്രസംഗം ഡൽഹിയിൽ നടത്തിയത് കണ്ടിട്ട് ഞാൻ സുരേഷിനെ വിളിച്ചു പറഞ്ഞു, സുരേഷിന് MP സ്ഥാനമല്ല വേണ്ടത്, മന്ത്രിസ്ഥാനമാണ് വേണ്ടത്. അന്ന് തൊട്ട് ഞാൻ മിക്കവാറും സുരേഷിനെ വിളിക്കാറുണ്ട്, ആവശ്യങ്ങൾക്കല്ല, പല ആശയങ്ങളും കൈമാറാനും പല രസകരമായ കാര്യങ്ങൾ പറയാനും. ഇപ്പം ഞാനൊരു 15-10 ദിവസം മുമ്പ് വരെ വിളിച്ചു. അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ നല്ല പ്രവർത്തനങ്ങളും നമുക്ക് ഇന്ത്യക്ക് പൊതുവെ, ഇന്ത്യക്കും മാത്രമല്ല നമ്മുടെ മലയാള സിനിമയ്ക്കും മലയാള സിനിമയിലെ പ്രവർത്തകർക്കും ബാക്കിയുള്ള കേരളത്തിലുള്ള എല്ലാ സാധാരണക്കാർക്കും പ്രയോജനപ്പെടും, അല്ലെ അദ്ദേഹം അവരുടെ കൂടെ കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുടക്കം മുതൽ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ആശംസകളും, ആരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി ഇനി ഒരുപാട് നാളുകൾ ജനങ്ങളെ സേവിക്കാനുള്ള ഇതിനും ഉപരിയുള്ള സ്ഥാനങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പൻ അത് നൽകിയിരിക്കും. നന്ദി, നമസ്കാരം.